ഇപ്പോ നോർമലി ഇപ്പോൾ ഒരു കോമൺ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് വെച്ചാൽ യങ് അഡൾട്ട്സിന് വരുന്ന ഒരു ഹാർട്ട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്സ്. വാട്ട് കുഡ് ബി ഓർ വാട്ട് ആർ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ ഒരു യങ് അഡൾട്ട്സിന് വരാനുള്ള ഒരു കാരണം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഈ എന്തുകൊണ്ട് ഹൃദ്രോഗത്തിന്റെ പ്രായം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഒരു കാർഡിയോളജിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങളെ തന്നെയും എന്നെ തന്നെയും നിരന്തരം അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഈ രോഗം വരുന്ന ആളുകളുടെ പ്രായത്തിലുണ്ടാകുന്ന കുറവ് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാൻ സാധിക്കും. ഈ രോഗത്തെ പണ്ട് ഒരു പ്രായമാവുന്ന ഒരു രോഗമായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഒരു 10-15 വർഷം മുമ്പ്, ഒരു 60-70 വയസ്സിന് മുമ്പ് ഒരു ഹൃദ്രോഗം ഉണ്ടാകുക എന്ന് പറയുന്നത് അപൂർവമായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഈ രോഗം ഉണ്ടാകുന്നവരുടെ പ്രായം കുറഞ്ഞു വരുന്നു. 40-കൾ 50-കൾ 60-കളിൽ ഇപ്പോൾ വളരെ സാധാരണമാണ്. അത് 40-കളിലോട്ടും 30-കളിലോട്ടും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് ഈ പ്രായം കുറയുന്നത് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ ഈ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ധാരാളം റിസ്ക് ഫാക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറുകൾ ഒന്നാണ് നമ്മുടെ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിക് സ്റ്റാറ്റസ്. ഇന്ത്യയെ നമ്മുടെ ഡയബറ്റീസിന്റെ ലോക തലസ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്, ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഡയബറ്റീസ് ഉള്ളത് കേരളത്തിലാണ്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 25% പോപ്പുലേഷൻ ഡയബറ്റീസ്. അതായത് നമ്മളിൽ 4 ഒരാൾ ഡയബറ്റിക് രോഗിയാണ്. മനസ്സിലായി? അതുപോലെ തന്നെയാണ് മറ്റ് റിസ്ക് ഫാക്ടേഴ്സും നമ്മുടെ സമൂഹത്തിലുള്ളത്. നമ്മുടെ സമൂഹത്തിൽ പുകവലിക്കുന്നവർ കുറവാണെങ്കിൽ തന്നെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവർ ധാരാളമുണ്ട്. പുകവലി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ യാതൊരു വ്യായാമമില്ലാത്ത അവസ്ഥ, അമിതവണ്ണം, ഭക്ഷണത്തിന് യാതൊരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ, ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം, ഇങ്ങനത്തെ കാര്യങ്ങളും. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൊളസ്ട്രോള്, അമിതമായിട്ടുള്ള പ്രഷർ, ഇതെല്ലാം നമ്മുടെ യുവാക്കളിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ റിസ്ക് ഫാക്ടേഴ്സിലോ അല്ലെങ്കിൽ അഡൾട്ട്സിൽ ഹൃദ്രോഗം, മറ്റു പ്രായമുള്ളവരിൽ ഹൃദ്രോഗം ഉണ്ടാകുന്നു, യങ് അഡൾട്ടില് ഹൃദ്രോഗം ഉണ്ടാകുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട് ഉണ്ടാകുന്നതിൽ വ്യത്യാസമില്ല, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ പ്രായം കുറഞ്ഞവരിലേക്ക് കൂടി വരുന്ന സ്ഥിതിക്ക് ഈ പ്രായം കുറഞ്ഞവരിൽ ഇന്ന് കേരളത്തിൽ ഹൃദ്രോഗം വളരെ സാധാരണമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ലഹരിയുടെ ഉപയോഗമാണ്. പ്രത്യേകിച്ച് ഡ്രഗ്സ്, അതിന്റെ ഉപയോഗം. ഒരു കാലഘട്ടങ്ങളിൽ 25 വയസ്സ് 30 വയസ്സിൽ ഹൃദ്രോഗം ഉണ്ടാകുന്നുള്ള കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഒരാൾ ഹൃദ്രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു അറ്റാക്കായിട്ട് വന്നു കഴിഞ്ഞാൽ, 25 വയസ്സിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും, നീ ലഹരി ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കും. ആദ്യത്തെ കഞ്ചാവിന്റെ ആദ്യത്തെ പുകയിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾ കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ യുവാക്കൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളൊന്നാണ് ഹൃദ്രോഗം. അതിന്റെ പ്രവലൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുമൂലം മരണം ഉൾപ്പെടെയുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലഹരി. നമ്മുടെ യുവാക്കളുടെ ലഹരിയുടെ ഉപയോഗവും അതും ഹൃദ്രോഗത്തിലേക്ക് നയിക്കാറുണ്ട്.